മയങ്കും നൂപരും അലിബാബ എന്ന സ്ഥലത്തൂടി രാത്രിയിൽ എവിടേക്കോ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇതൊരു നല്ല കാര്യമായി. ഭാഗ്യത്തിന് എന്തായാലും നൈറ്റ് സ്കൂളിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞല്ലോ. ഇന്നു മുതൽ ഓഫീസ് തീർന്ന ശേഷം ദിവസവും ഈ നൈറ്റ് ക്ലാസ്സിൽ പോയി നമ്മുടെ ആർട്സ് കംപ്ലീറ്റ് ചെയ്യാം. നീ കാരണമാണ് ഞാനിവിടെ വന്നത്. അല്ലെങ്കിൽ ആരോ പെയിന്റിംഗ് ക്ലാസ് നടത്താനായി നൈറ്റ് സ്കൂൾ തുറന്നു എന്ന് കേട്ടാൽ ഞാൻ വിചിത്രമായി കരുതുമായിരുന്നു. നൂബർ ഇങ്ങനെ പറഞ്ഞു. അല്പദൂരം നടന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ സ്കൂൾ കാണാൻ കഴിഞ്ഞു. സ്കൂൾ ബോർഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, ലൈവ് ഡ്രോയിങ് ക്ലാസ്സസ്. അവർ രണ്ടുപേരും ഗേറ്റിനടുത്തേക്ക് ചെന്നു. അപ്പോൾ ആ ഗേറ്റിനടുത്തായി ഒരാൾ നിൽക്കുന്നത് അവർ രണ്ടുപേരും കണ്ടു. നിങ്ങൾ രണ്ടുപേരും പുതിയ സ്റ്റുഡൻസ് ആണോ? അതെ സർ, ഞങ്ങൾ ഇന്നാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് മനോജ്. ഞാനാണ് ഈ സ്കൂളിൻ്റെ ഓണർ. പിന്നെ നിങ്ങൾക്ക് പെയിന്റിങ് പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഞാൻ തന്നെയാണ്. നൈസ് ടു മീറ്റ് യു മനോജ് സാർ. ഒരു 10 മിനിറ്റിനുള്ളിൽ ക്ലാസ് തുടങ്ങും. പിന്നെ ലേറ്റ് ആയാൽ തീർച്ചയായിട്ടും പണിഷ്മെന്റ് കിട്ടും. അത് കേട്ടപ്പോൾ മയങ്കനും നൂബറിനും എന്തോ ഒരു അപാകത പോലെ തോന്നി. സോറി സർ, ഞങ്ങൾ ഏതായാലും എത്തിയല്ലോ. ഇത്രയും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ആ സ്കൂളിനകത്തേക്ക് പ്രവേശിച്ചു. ആ സാർ വിചിത്രമായി സംസാരിക്കുന്നു അല്ലേ? ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കോ? നമ്മൾ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ. അത് പോട്ടെ, നമുക്ക് പെയിന്റിങ് പഠിക്കണം. അതിനായി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഒരു റൂമിനടുത്തേക്ക് എത്തി. ആ റൂമിന്റെ വാതിലിന്റെ മുകളിൽ ലൈവ് ഡ്രോയിങ് ക്ലാസ്സസ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ആ റൂമിലേക്ക് പ്രവേശിച്ചു. അവർ നോക്കിയപ്പോൾ ആ റൂമിൽ വേറെയും കുറെ സ്റ്റുഡൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ നൂബറിനെയും മയങ്കിനെയും ശ്രദ്ധാപൂർവം നോക്കി. അപ്പോൾ മയങ്ക് പറഞ്ഞു, ഹലോ എവരിവൺ. നൂബർ അവരെ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. പക്ഷെ അവിടെ ഇരുന്ന ഓരോ സ്റ്റുഡൻറ്റും ഒരു ചലനവും ഇല്ലാതെ, യാതൊരുവിധ മുഖഭാവവും ഇല്ലാതെ അവരെ തന്നെ നോക്കിയിരുന്നു. വാ, നമുക്ക് അവിടെ പോയി ഇരിക്കാം. അവർ രണ്ടുപേരും അവിടെ കണ്ട ഓരോ സീറ്റിൽ പോയി ഇരുന്നു. ഇവിടെയുള്ളവരെല്ലാം എത്ര വിചിത്രമായവരാണ്. വെൽക്കം പോലും പറഞ്ഞില്ലല്ലോ. അപ്പോൾ മനോജ് സാർ ക്ലാസ്സിലേക്ക് വന്നു. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറഞ്ഞു, ഹാപ്പി ഡ്രോയിങ് ക്ലാസ്സസ്. ഇവർ വിഷ് ചെയ്യുന്ന വിധവും വേറെയാണല്ലോ. എല്ലാവരും ഇരിക്കൂ. അത് കേട്ട സ്റ്റുഡൻസ് ഒക്കെ അവരവരുടെ സീറ്റുകളിൽ ഇരുന്നു. ശരി സ്റ്റുഡൻസ്, ഇന്ന് നിങ്ങൾ എന്താണ് ഈ ക്ലാസ്സിൽ വരയ്ക്കാൻ പോകുന്നത്? സർ, ചത്തുപോയൊരു മയിലിനെ വരയ്ക്കാനായിട്ട് പഠിപ്പിച്ചു തരാമോ? ഇത് കേട്ട് അവർ രണ്ടുപേരും അത്ഭുതപ്പെട്ടു. ഇവർക്കെന്താ വട്ട് പിടിച്ചിട്ടുണ്ടോ? ഡ്രോയിങ്ങിനെ കുറിച്ച് ഇവർ എന്തൊക്കെയാ പറയുന്നത്? ഈ ക്ലാസിന്റെ പേര് തന്നെ ലൈവ് ഡ്രോയിങ് ക്ലാസ്സസ് എന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വരയ്ക്കാൻ പോകുന്നതും ജീവനുള്ള വസ്തുക്കളെ മാത്രമാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് മനോജ് സാർ ക്ലാസ് വിട്ട് പുറത്തേക്ക് പോയി. നൂബറിന്റെ അടുത്തായിട്ടിരുന്ന ഒരു പെൺകുട്ടി നൂബറിനെ കണ്ട് വളരെ ദേഷ്യത്തോടെ ഇങ്ങനെ പറഞ്ഞു, നീ എന്താ പറഞ്ഞത്? ഞങ്ങൾ വട്ടന്മാരാണെന്നോ? അവളുടെ കണ്ണുകൾ കണ്ടപ്പോൾ നൂബറിന് പേടി തോന്നി. അപ്പോഴേക്കും മനോജ് സാർ ക്ലാസ്സിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹത്തിന്റെ കൈകളിൽ ഒരു പൂച്ചയുണ്ടായിരുന്നു. അത് കൊണ്ടുവന്ന് അദ്ദേഹം ടേബിളിന്റെ പുറത്ത് വെച്ചു. ഇന്ന് നമ്മളെല്ലാവരും ഈ പൂച്ചയെ വരയ്ക്കാനാണ് പഠിക്കാൻ പോകുന്നത്. ഇത് കേട്ടതും നൂബറും മയങ്കും അവരുടെ ഡ്രോയിങ് പേപ്പർ തുറന്നു. എന്നിട്ട് അവർ പതിയെ വരയ്ക്കാനായിട്ട് തുടങ്ങി. പക്ഷേ മനോജ് സാർ അദ്ദേഹത്തിന്റെ ടേബിൾ ഡ്രോയറിൽ നിന്ന് ഒരു കത്തി എടുത്തു. ആ കത്തി കൊണ്ട് അവിടുന്ന് പൂച്ചയുടെ കഴുത്തിൽ വെട്ടി. കരഞ്ഞുകൊണ്ട് ആ പൂച്ച ചത്തുവീണു. ഇനി ഈ ഡ്രോയിങ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇത് കണ്ടതും മയങ്കും നൂബറും ആകപ്പാടെ അമ്പരന്നുപോയി. അതോടൊപ്പം അവർ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. നിങ്ങൾ എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്? മര്യാദയ്ക്ക് അവരവരുടെ സീറ്റിൽ ഇരിക്കേ, എന്നിട്ട് ഡ്രോയിങ് തുടങ്ങ്. അപ്പോൾ മറ്റുള്ള സ്റ്റുഡൻസ് എല്ലാവരും കൂടി മനോജ് സാർ പറഞ്ഞ വാക്ക് ആവർത്തിച്ച് പറഞ്ഞു, നിന്റെ സീറ്റിൽ ഇരുന്ന് ഡ്രോയിങ് ചെയ്യാൻ തുടങ്ങ്. നൂബറും മയങ്കും ആ സ്ഥലം വിട്ട് ഓടിപ്പോകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ മനോജ് സാറിന്റെ ഭീകരമായ ആ നോട്ടം കണ്ടപ്പോ അവർ വല്ലാതെ ഭയന്ന് അവരുടെ സീറ്റിൽ തന്നെ ഇരുന്നു പോയി. ഇവിടെ എല്ലാവരും വിചിത്രമായിട്ടാണല്ലോ പെരുമാറുന്നത്. മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് പടം വരയ്ക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടും. വേറൊരു വഴിയുമില്ലാതെ അവർ രണ്ടുപേരും ആ ചത്തുപോയ പൂച്ചയുടെ പടം വരയ്ക്കാനായിട്ട് തുടങ്ങി. ആ പൂച്ചയുടെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകിക്കൊണ്ടേയിരുന്നു. വല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു അത്. അല്പനേരം കഴിഞ്ഞപ്പോൾ എല്ലാ സ്റ്റുഡൻസും കൂടി ഒരുമിച്ച് ഇങ്ങനെ പറഞ്ഞു, അതായത് ഞങ്ങൾ പൂർത്തിയാക്കി സാർ. വെരി ഗുഡ്. മനോജ് സാർ ഇങ്ങനെ പറഞ്ഞിട്ട് നൂബറിനെയും മയങ്കിനെയും നോക്കി. എന്താ, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ വർക്ക് പൂർത്തിയാക്കിയോ? അത് കേട്ടപ്പോൾ അവർക്ക് രണ്ടുപേർക്കും പേടി തോന്നി. അവർ ഒരുമിച്ച് ഞങ്ങൾ പൂർത്തിയാക്കി സാർ. സാർ, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിക്കോട്ടെ. ക്ലാസ്സിനിടയിൽ ആർക്കും എവിടെയും പോകാൻ അനുവാദമില്ല. ശരി, ഇന്ന് നിന്റെ ഫസ്റ്റ് ഡേ അല്ലേ, അതുകൊണ്ട് മാത്രം ഞാൻ അനുവാദം തരുന്നു. താങ്ക് യു സർ.
നൂബർ ആ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് പുറത്ത് വാഷ്റൂമിനടുത്തേക്ക് പോയി. പോകുമ്പോൾ അവൾ സ്വയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഇവരെന്ത് ഭ്രാന്തന്മാരാ! പൂച്ചയുടെ ചിത്രം വരയ്ക്കാനായി അതിനെ കൊന്നത് എന്തിനാ? ക്ലാസ് നടക്കുമ്പോൾ ആരും പോകരുതെന്നും പറയുന്നു. അപ്പോൾ പിന്നിൽ നിന്ന് ആരോ അവളുടെ തോളിൽ കൈവച്ചു. അപ്പോൾ നൂബർ വല്ലാതെ ഭയന്നുപോയി. ആരാണത്? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അവൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കി. അത് അവളുടെ സീറ്റിന് തൊട്ടടുത്തായിട്ടിരുന്ന ആ പെൺകുട്ടിയായിരുന്നു. നൂബർ അവളെ നോക്കി. നീ എന്താ പറഞ്ഞത്? ഞങ്ങളെ കണ്ടാൽ ഭ്രാന്തന്മാരാണെന്ന് തോന്നുമെന്നോ? ഞാനത് വെറുതെ പറഞ്ഞതാ. നൂബർ നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ മുഖം നീല കളറായി മാറി. അതുപോലെ കണ്ണുകൾ ശരിക്കും കറുപ്പ് കളറായി മാറി. അത് കണ്ടിട്ട് നൂബർ ഭയന്ന് നിലവിളിച്ചു. എന്നിട്ട് അവൾ പുറത്തേക്കുള്ള വാതിലിനടുത്തേക്ക് ഓടാൻ തുടങ്ങി. അപ്പോൾ പുറത്ത് അതിശക്തമായ രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ കൊടുങ്കാറ്റും വീശുന്നുണ്ടായിരുന്നു. അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അപ്പോൾ ആ പെൺകുട്ടി നൂബറിനെ നോക്കി ഭയങ്കരമായിട്ട് അട്ടഹസിച്ച് ചിരിച്ചു. നിനക്കിവിടെ നിന്ന് പോകാൻ സാധിക്കില്ല. അവളുടെ ആ ഭയാനകമായ ശബ്ദം കേട്ടിട്ട് നൂബർ അത്യുച്ചത്തിൽ നിലവിളിച്ചു. എന്നിട്ട് അവൾ തിരിഞ്ഞ് ക്ലാസ് റൂമിലേക്ക് ഓടി. അവൾ അകത്ത് ചെന്ന് നോക്കിയപ്പോൾ എല്ലാവരും അവരുടെ സ്ഥലത്ത് ശാന്തമായി ഇരിക്കുകയായിരുന്നു. അതുപോലെ ആ പെൺകുട്ടിയും നേരത്തെ തന്നെ ക്ലാസ് റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മയങ്ക്, ഇവിടെ നിന്ന് നമുക്ക് പോകാം. ഇവിടെ നടക്കുന്ന ഒന്നും ശരിയല്ല. വെറുതെ ഓരോന്ന് പറയാതെ നീ നിന്റെ സീറ്റിൽ പോയി ഇരിക്കേ. ഒരു പ്രാവശ്യം ക്ലാസ്സിനുള്ളിൽ കയറിയാൽ ക്ലാസ് കഴിയുന്നവരെ പുറത്തു പോകാൻ ഞാൻ ആരെയും അനുവദിക്കുന്നതല്ല. അത് കേട്ടപ്പോൾ നൂബർ മയങ്കിനടുത്ത് പോയി അവനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ മയങ്ക് നൂബറിന്റെ കൈ പിടിച്ച് തന്റെ സീറ്റിനടുത്തായിട്ട് തന്നെ അവളെ ഇരുത്തി. സോ സ്റ്റുഡൻസ്, പുറത്ത് മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നേരം വെളുക്കുന്നിടം വരെ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഡ്രോയിങ് തല മുറിച്ചു മാറ്റപ്പെട്ട മനുഷ്യന്റെ രൂപമാണ്. അതെങ്ങനെ വരയ്ക്കാമെന്ന് പഠിപ്പിക്കാം. അത് കേട്ടപ്പോൾ നൂബറും മയങ്കും വല്ലാതെ പേടിച്ചുപോയി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരിൽ ഒരു സ്റ്റുഡന്റ് എഴുന്നേറ്റ് വന്ന് മനോജ് സാറിന്റെ അടുത്ത് എന്ന് നിന്നു. അപ്പോൾ അദ്ദേഹം ആ സ്റ്റുഡന്റിന്റെ കഴുത്തിൽ കത്തിവെച്ചു. മയങ്കിനും നൂബറിനും ആ കാഴ്ച വിശ്വസിക്കാനേ ആയില്ല. അവർ എന്തെങ്കിലും പറയുന്നതിന് മുമ്പായിട്ട് തന്നെ മനോജ് സാർ ആ സ്റ്റുഡന്റിന്റെ കഴുത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് മുറിച്ച് താഴെയിട്ടു. ഈ കാഴ്ച കണ്ടതും മയങ്കും നൂബറും അലറിക്കരഞ്ഞുകൊണ്ട് സീറ്റിൽ നിന്നും എഴുന്നേറ്റു. അപ്പോൾ മനോജ് തറയിൽ വീണ് കിടന്നിരുന്ന പയ്യന്റെ തലയെടുത്ത് എല്ലാവരും കാണുകയും മേശപ്പുറത്ത് വെച്ചു. അപ്പോൾ മുറിച്ചു മാറ്റിയ തല മേശപ്പുറത്തിരുന്ന് ചിരിക്കാൻ തുടങ്ങി. ഈ കാഴ്ച കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ബാക്കി സ്റ്റുഡൻസ് എല്ലാം ഭയങ്കരമായിട്ട് ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ മനോജ് സാറിന്റെയും ബാക്കിയുള്ള എല്ലാ സ്റ്റുഡൻസിന്റെയും മുഖം നീല നിറമായി മാറി. കണ്ണുകൾക്കെല്ലാം കറുപ്പ് നിറവും. പിശാചുക്കളെ പോലെയുള്ള ഇവരുടെ രൂപം കണ്ട് മയങ്കും നൂബറും ഭ്രാന്ത് പിടിച്ചുപോലെ നിലവിളിച്ചുകൊണ്ട് ആ റൂം വിട്ട് പുറത്തേക്ക് ഓടി. ഇനിയും കോഴ്സ് തീർന്നിട്ടില്ല, നിങ്ങൾ തിരിച്ചു വരൂ. മനോജും മറ്റു പ്രേതങ്ങളും ഇതുപോലെ തന്നെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് എല്ലാവരും നൂബറിന്റെയും മയങ്കിന്റെയും പുറകെ ഓടാൻ തുടങ്ങി. നൂബറും മയങ്കും പുറത്ത് എന്ന് നോക്കിയപ്പോൾ അവിടുത്തെ പ്രധാന ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവർ ആ ഗേറ്റ് തുറക്കാനായിട്ട് ശ്രമം നടത്തുമ്പോഴേക്കും ബാക്കിയുള്ള പ്രേതങ്ങളെല്ലാം അവരുടെ രണ്ടുപേരുടെ അടുത്തേക്ക് ഓടി വന്നു. സ്റ്റുഡൻസ്, ഇനി നമ്മള് കണ്ണ് ചൂഴ്ന്നെടുത്ത ഒരു മനുഷ്യന്റെ രൂപമാണ് വരയ്ക്കാൻ പോകുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മനോജ് സാർ തന്റെ കയ്യിൽ ഒരു കത്തിയുമായി അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് മയങ്കിന് നേർക്ക് നടന്നു വന്നു. അപ്പോൾ മറ്റു പ്രേതങ്ങളെല്ലാം അട്ടഹസിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. മനോജ് സാർ മയങ്കിന്റെ കഴുത്തിൽ പിടിച്ച് തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് അവന്റെ കണ്ണിൽ കുത്തിയിറക്കി. അതിനുശേഷം അവന്റെ മറ്റേ കണ്ണിലും അയാൾ കത്തി കുത്തിയിറക്കി. മയങ്ക് കണ്ണ് കാണാൻ പറ്റാതെ നിലവിളിച്ചുകൊണ്ട് തട്ടിമറിഞ്ഞ് താഴെ വീണു. നൂബർ അത് കണ്ട് ഭയങ്കരമായിട്ട് നിലവിളിച്ച് കരഞ്ഞു. അവൾ അവിടുന്ന് ഓടാനായിട്ട് തന്റെ കാലുകൾ ഉയർത്തി. പക്ഷെ അതിനു മുൻപ് തന്നെ ആ പ്രേതങ്ങളെല്ലാവരും കൂടി അവളെ അവിടെ പിടിച്ചു വെച്ചു. നൂബറിന്റെ അവസാനത്തെ ആ നിലവിളി ശബ്ദം സ്കൂളിന്റെ പുറത്തു വരെ കേൾക്കാമായിരുന്നു. അതിനുശേഷം 4 വശവും നിശബ്ദമായി തീർന്നു. അടുത്ത ദിവസം ഇതേപോലെ 2 പുതിയ സ്റ്റുഡൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് വന്നു. അവർ അകത്ത് കയറിയിരുന്നു. അവർ നോക്കുമ്പോൾ അവിടുത്തെ സ്റ്റുഡൻസ് എല്ലാം വളരെ ശാന്തരായി ഇരിക്കുകയായിരുന്നു. അവരുടെ മുഖമെല്ലാം നീല കളറിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ കൂട്ടത്തിൽ മയങ്കും നൂബറും ഇരിക്കുന്നത് അവർ കണ്ടു. അപ്പോൾ മനോജ് സാർ ക്ലാസ്സിലേക്ക് വന്നു. അയാൾ സ്റ്റുഡൻസിനെ നോക്കി. അപ്പോ പറയൂ സ്റ്റുഡൻസ്,
അപ്പോ ഇന്ന് നിങ്ങൾ എന്ത് പടം വരയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്? അപ്പോൾ നൂബറിന്റെ പ്രേതം പറഞ്ഞു, ഇന്നലെ പൂർത്തിയാക്കാത്ത മുറിച്ചു മാറ്റിയ ആ മനുഷ്യന്റെ ഡ്രോയിങ് വരയ്ക്കാം. ഇത് കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു. അപ്പോൾ പുതുതായിട്ട് വന്ന ആ 2 സ്റ്റുഡൻസ് ഭയന്ന് നിലവിളിച്ചു. "ആ!"